പൊളിറ്റിക്സേ പറഞ്ഞുള്ളൂ. ആഗോളീകരണത്തിനെതിരെ, മുതലാളിത്തത്തിനെതിരെ, സാമ്രാജ്യത്വത്തിനെതിരെ, ഫാസിസത്തിനെതിരെ, സംഘപരിവാറിനെതിരെ, ഇങ്ങനെ കൃത്യമായ പൊളിറ്റിക്കൽ നെറേറ്റീവ് മുന്നിൽ വെച്ചുകൊണ്ടല്ലാതെ ജമാഅത്ത് ഇസ്ലാം അതിന്റെ നിലപാട് നാളെ ഇതുവരെ സ്വീകരിച്ചില്ല. എനിക്ക് തോന്നി നമ്മളിപ്പോ അതിനോട് മാത്രം പ്രതികരിക്കാൻ ഈ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്നതിന് ശേഷമാണ് RSS കാര്യാലയം തുടങ്ങാൻ വേണ്ടി അമ്മയുടെ ആഗ്രഹം പ്രകാരമാണ് ഭൂമി വിട്ടുകൊടുക്കും എന്ന് പറയുന്നത്. അതിനെങ്ങനെയാണ് ജമാഅത്തെ ഇസ്ലാമി കാണുന്നത്? കോൺഗ്രസിലാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ. അത് നിങ്ങൾ കോൺഗ്രസിനോടല്ലേ ചോദിക്കുന്നത്? അല്ല, ജമാഅത്തെ ഇസ്ലാമി ഈ BJP തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ കോൺഗ്രസിന് പിന്തുണ കൊടുത്തതെന്ന് പറയുന്നത്. ആ കോൺഗ്രസിൽ വന്നതിന് ശേഷമാണ് സന്ദീപ് വാര്യർ രാഷ്ട്രീയപരമായിട്ട് അതില് ആശയപരമായിട്ട് ആര് മാറണമെങ്കിലും അതിനെ സ്വാധീനം കാര്യാലയം തുടങ്ങാൻ വേണ്ടിയിട്ടാണ് അത് പരിശോധിക്കപ്പെട്ടതാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പെർഫെക്റ്റ് ഓപ്ഷൻ എന്നതല്ല നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം സംഘപരിവാറിനെതിരെ നമ്മുടെ മുമ്പിലുള്ള വിജയസാധ്യത ഒരു ഘടകം. രണ്ട് ബെസ്റ്റ് ഓപ്ഷൻ ആര് എന്നുള്ളതാണ്. ഈ ഒരു അർത്ഥത്തിലുള്ള കമ്പാരിസൺ ആണ് നമ്മൾ മാറി മാറി പിന്തുണക്കുന്ന സാഹചര്യവും മാറി സഹകരിക്കുന്ന സാഹചര്യവും ഒക്കെ ഉണ്ടാകുന്നത്. ഇതിനർത്ഥം ഈ കേരളത്തിലെ നമ്മൾ പിന്തുണക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലുള്ളതും അവർ സ്വീകരിക്കുന്നതുമായ എല്ലാ നിലപാടുകളെയും ജമാഅത്ത് ഇസ്ലാമി പിന്തുണക്കുന്നു എന്നൊന്നും അതിനെക്കുറിച്ച് കാണേണ്ടതില്ല. ഈ ഇലക്ഷനിൽ BJPയെ പരാജയപ്പെടുത്താനുള്ള ഓപ്ഷൻ ഏത്? ഇലക്ഷനുമായി ബന്ധപ്പെടുത്തിയല്ല ചോദ്യം. അതിപ്പോഴും അന്തരീക്ഷത്തിൽ കിടക്കുന്നുണ്ട്. അതായത് കോൺഗ്രസിൽ വന്നു ചേർന്നതിന് ശേഷമാണ് സന്ദീപ് വാര്യർ RSS കാര്യാലയത്തിന് വേണ്ടി ഭൂമി വിട്ടു നൽകുമെന്ന് പറയുന്നത്. അതിനോടുള്ള പ്രതികരണമാണ്. സംഘപരിവാർ അനുകൂല സമീപനം ആര് സ്വീകരിച്ചാലും നമുക്ക് അതിനോട് സന്ദീപ് വാര്യർ എന്നുള്ളതല്ല ആരായാലും നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. 2019 എന്ത് സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്തുണ UDFന് നൽകാൻ അല്ലെങ്കിൽ കോൺഗ്രസിന് നൽകാൻ തീരുമാനിച്ചത്? 2019 നിങ്ങൾക്കറിയാലോ, സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഇന്ത്യ അലയൻസ് പ്രീ അലയൻസ് ഇപ്പോഴാണ് ഉണ്ടായത്. കഴിഞ്ഞ തവണ കോൺഗ്രസിന് മുന്നിട്ട്, അതായത് ദേശീയ തലത്തിൽ ഒട്ടുമിക്ക മേഖലകളിൽ ഉള്ളത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. സ്വാഭാവികമായിട്ടും നമ്മൾ ആഗ്രഹിക്കുക സംഘപരിവാർ പരാജയപ്പെടണം എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പിന്തുണയുള്ള അംഗങ്ങളുള്ള ഒറ്റ കക്ഷിയാണ് പ്രസിഡന്റ് മന്ത്രിസഭ രൂപീകരിക്കാൻ വിളിക്കുക. അതുകൊണ്ട് കേരളത്തിൽ ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും കുഴപ്പമില്ല എന്ന തീരുമാനം എടുത്തു കഴിഞ്ഞാൽ കോൺഗ്രസിന് വിളിക്കാവുന്ന ഒരു സാഹചര്യം കോൺഗ്രസിന് ഉണ്ടാവില്ല. ദൗർഭാഗ്യവശാൽ വിജയിച്ചിട്ടില്ല. അതേസമയം അന്നത്തെ ഒരു സന്ദർഭത്തിൽ ഇലക്ഷന്റെ മുന്നോടിയായിട്ട് നമ്മൾ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് ദേശീയ തലത്തിൽ പ്രസിഡന്റ് സംഘപരിവാറിനെതിരെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുള്ളത് അന്ന് ദേശീയ പാർട്ടി എന്നുള്ള അർത്ഥത്തിൽ കോൺഗ്രസ് ആ ഒരു മുൻഗണനയാണ് കൊടുത്തത്. അത് മാത്രമായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ CPM ജമാഅത്ത് ഇസ്ലാമിയെ ഭീകരവൽക്കരിക്കുന്ന ചിത്രം നിങ്ങൾക്ക് കാണുക, അത്ര കാണാൻ കഴിയില്ല. അതിനുശേഷമാണ് CPMന്റെ ഭാഗത്ത് നിന്ന് ജമാഅത്ത് ഇസ്ലാമി CPMനെതിരെ ഏതെങ്കിലും അർത്ഥത്തിൽ ആരോപണം ഉന്നയിക്കുകയോ ഈ അർത്ഥത്തിലുള്ള ചാപ്പ് കുത്തുന്ന രീതി സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലല്ലോ. 2019 ജമാഅത്ത് ഇസ്ലാമി സ്വീകരിച്ച സമീപനത്തിന് ശേഷം CPIMന്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലുള്ള ക്യാമ്പയിൻ ആരംഭിച്ചത്. നിങ്ങൾക്കിടയിൽ അസ്വാരസ്യം ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട കാര്യം നമുക്കിടയിൽ നിന്ന് നമ്മളെ മുന്നണിയുടെ ഭാഗം അല്ലല്ലോ. നമ്മൾ പിന്തുണ കൊടുക്കാറുണ്ട് ഇലക്ഷൻ വരുമ്പോൾ. ഞാൻ പറയാം, അതെ, ഒരുമിച്ച് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇലക്ഷൻ വരുമ്പോൾ പിന്തുണ കൊടുക്കാറുണ്ട്. പൊളിറ്റിക്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം UDF ആയാലും LDF ആയാലും അതൊക്കെ സന്ദർഭത്തിലെ രാഷ്ട്രീയ അവസ്ഥ വെച്ചിട്ട് നമ്മൾ പിന്തുണ കൊടുക്കും. നമ്മൾ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ദേശീയ അടിസ്ഥാനത്തിൽ സംഘപരിവാറിനെതിരെ ഗവൺമെന്റ് രൂപീകരിക്കാൻ സാധ്യതയുള്ള ദേശീയ പാർട്ടി എന്ന അർത്ഥത്തിൽ അന്നത്തെ കാലത്ത് നമ്മൾ കോൺഗ്രസിനെ പിന്തുണച്ചെടുത്ത് നിന്നാണ്. അതായത് CPM സ്വീകരിക്കുന്ന ഒരു സമയം CPM തന്നെ പരിശോധിക്കേണ്ടതാണ്. പിന്തുണയ്ക്കുന്ന ഘട്ടത്തിൽ പ്രശ്നമൊന്നുമില്ല. CPMനോട് വിയോജിക്കുന്ന ഘട്ടത്തിൽ വിയോജിക്കുന്നവരെ ഭീകരവൽക്കരിക്കുക എന്ന് പറയുന്നത് CPM സ്വീകരിക്കുന്ന ഒരു സമീപനമാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി എന്തുകൊണ്ടാണ് ഈ അർത്ഥത്തിൽ ഭീകരവൽക്കരിക്കുന്നത്? മുസ്ലിം ലീഗിനെ ഏതെല്ലാം അർത്ഥത്തിൽ അടുപ്പിക്കാനുള്ള ശ്രമം CPM നടത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണ് CPM സാദിഖ് അലി തങ്ങളെ കുറിച്ച് പറഞ്ഞത്? ഞാൻ പറഞ്ഞു വരുന്നത്, പിന്തുണക്കുമ്പോൾ ഓക്കെ, പിന്തുണക്കാതിരിക്കുമ്പോൾ ഭീകരവൽക്കരിക്കുക എന്ന് പറയുന്ന ഒരു സമീപനം ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി ഉള്ള സത്യസന്ധതയ്ക്ക് നിരക്കുന്ന ഒരു സമീപനമല്ല. രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഇനിയും മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ മനസ്സിലാക്കി അത് രാഷ്ട്രീയപരമായ സത്യസന്ധതയും ട്രാൻസ്പെറൻസിയും പ്രബല രാഷ്ട്രീയ കക്ഷികൾ വെച്ചു പുലർത്തുകയാണ് വേണ്ടത്. ഇരു കക്ഷികളും സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയമാണ് മുന്നോട്ട്. തീർച്ചയായും. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾ അകലാനുള്ള കാരണം? സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ, 2019 ഇലക്ഷനിൽ സീറ്റിനെ ദേശീയ തലത്തിലെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് ജമാഅത്ത് ഇസ്ലാമി മാത്രമല്ല കേരളത്തിൽ മൈനോറിറ്റി ഒറ്റക്കെട്ടായിട്ട് ദേശീയ തലത്തിലെ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ട് UDFന് പിന്തുണക്കുന്ന സാഹചര്യം ഉണ്ടായി. കേരളത്തിൽ തുടർച്ച പിന്നീട് വെൽഫെയർ പാർട്ടിയായിട്ടും മറ്റും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് തുടരുന്നുണ്ട്. അന്നത്തെ ദേശീയ സാഹചര്യമല്ല പിന്നീട് അതെന്തുകൊണ്ടാണ് ആ സപ്പോർട്ട് എടുക്കാൻ കാരണം? CPM നിങ്ങൾ